ഹായ് ഫ്രണ്ട്സ്, വരാൻ പോകുന്ന ബഡ്ജറ്റിൽ 56,000 കോടിയുടെ ഒരു നോൺ ഡെറ്റ് ക്യാപിറ്റൽ ഉണ്ടാകുമെന്നാണ് മണി കൺട്രോൾ പോലെയുള്ള ദേശീയ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റിൽ ഉള്ള മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത്തരം അവരുടെ വെബ്സൈറ്റുകളിലൊക്കെ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം നോൺ ഡെറ്റ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് റീപേയ്മെൻറ്റ് ആവശ്യമില്ലാത്ത റെസീറ്റാണ്, അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് ആവശ്യമില്ലാത്തൊരു കടം പോലെയുള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ്. അതായത് കയ്യിലുള്ള ആസ്തി വിറ്റ് പണം ഉണ്ടാക്കുക, സിമ്പിളായി പറഞ്ഞാൽ അതാണ്. അവരുടെ റിപ്പോർട്ടുകൾ പ്രകാരം മസഗാവൻ ഡോക്ക്, അതുപോലെ IRFC, അതുപോലെ നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ്, അതുപോലെ രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് അഥവാ RCF, ഈ 4 കമ്പനികൾ ഇതൊക്കെ PSU കമ്പനികളാണ്. ഈ കമ്പനികൾ ഈ ഫൈനാൻഷ്യൽ ഇയർ 25 OFS വഴി ഗവൺമെൻറ്റിന് ഈ കമ്പനികളിലുള്ള സ്റ്റേക്കിൻ്റെ ചെറിയൊരു ഭാഗം ഗവൺമെൻറ് വിറ്റഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പൊതുമേഖല ഓഹരി വിറ്റഴിക്കുന്നത് അത് രാഷ്ട്രീയപരമായിട്ടും നയപരമായിട്ടും എടുക്കേണ്ട വളരെ സുപ്രധാനമായ തീരുമാനമാണ്. കാരണം ഇതിന് ധാരാളമായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധാപൂർവവും ശാസ്ത്രീയമായിട്ടും എടുക്കേണ്ട ഒരു തീരുമാനമായതുകൊണ്ട് തന്നെ ഇതിനുവേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ദീപം എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിനായിട്ട് പ്രവർത്തിക്കുന്നത്. സെബി എന്ന് പറയുന്ന റെഗുലേറ്ററി അതോറിറ്റിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഫോളോ ചെയ്യുന്ന ഒരു റൂളുണ്ട്. ആ റൂൾ പ്രകാരം ഒരു ലിസ്റ്റഡ് കമ്പനി, അത് PSU ആയിക്കോട്ടെ നോൺ PSU ആയിക്കോട്ടെ, അത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏതാനും നിശ്ചിത പീരീഡുകൾക്കുള്ളിലായിട്ട് അവരുടെ പ്രൊമോട്ടർ ഹോൾഡിങ് 75% അത് കുറച്ചു കൊണ്ടുവരണം. അതായത് ഏറ്റവും മിനിമം 25% പബ്ലിക്കിന് ട്രേഡ് ചെയ്യാൻ അത് വിട്ടുകൊടുക്കണം. അപ്പോൾ അത് 25% കൂടുതൽ എത്ര വേണമെങ്കിലും കമ്പനികൾക്ക് അവരുടെ ഷെയറുകൾ വിറ്റഴിക്കാം. പക്ഷെ ഏറ്റവും മിനിമം 25% പബ്ലിക്കിന് ട്രേഡ് ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കണമെന്നാണ് സെബിയുടെ നിയമം. അപ്പോൾ ഇത് പ്രകാരം സാധാരണ പ്രൈവറ്റ് കമ്പനികളൊക്കെ അത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രത്യേക പീരീഡ് കൊടുക്കാറുണ്ട്. എന്നാൽ PSU കമ്പനികൾക്ക് ആ ഒരു കൊടുക്കുന്ന ടൈം പീരീഡ് അത് കുറച്ചുകൂടി ലിബറലാണ്. അത് കുറച്ചുകൂടി അധികം സമയം ഈ നോൺ PSU കമ്പനികളെക്കാൾ കൂടുതൽ PSU കമ്പനികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കാലയളവിനുള്ളിൽ ഇവർക്ക് അവരുടെ സ്റ്റേക്ക് 75% നിജപ്പെടുത്താം. ഇവിടെ മസഗാൻ ഡോക്ക് എന്ന് പറയുന്ന ഈ ഒരു ഷിപ്പിംഗ് ഡിഫൻസ് കമ്പനിയിൽ ഏകദേശം 83% ഷെയറാണ് ഗവൺമെൻറ്റിനുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ നിയമം അനുസരിച്ച് 75% അത് നിജപ്പെടുത്തണമെങ്കിൽ ഇനിയും 9.83% ഷെയറുകൾ ഗവൺമെൻറ്റിന് നിർബന്ധമായിട്ടും വിറ്റഴിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വരാൻ പോകുന്ന OFS വഴി അത് എത്ര ശതമാനമാണ് വിറ്റഴിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടില്ലെങ്കിലും എന്തായാലും 9.83 ഏറ്റവും മിനിമം വിറ്റഴിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇനി രണ്ടാമത്തെ സ്റ്റോക്കായിട്ടുള്ള IRFCയിൽ ഗവൺമെൻറ്റിന് 86.36% സ്റ്റേക്കാണുള്ളത്. അപ്പോൾ അതിൽ നിന്നും ഗവൺമെൻറ്റിന് 11.36 സ്റ്റേക്ക് നിർബന്ധമായിട്ട് മാൻഡേറ്ററി ആയിട്ട് അവർ വിറ്റഴിക്കേണ്ടതുണ്ട്. അതുപോലെ നാഷണൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ നോക്കുകയാണെങ്കിൽ വളരെ വിചിത്രമായ കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുക. അവിടെ 74.71% ആണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള സ്റ്റേക്ക്. അപ്പോൾ അതിനർത്ഥം മാൻഡേറ്ററി ആയിട്ട് ഇപ്പോൾ ഗവൺമെൻറ്റിന് അത് വിൽക്കേണ്ട ആവശ്യമില്ല. കാരണം 74.71 എന്നുള്ള ആ ഒരു സെബി മാൻഡേറ്റ് ഗവൺമെൻറ് പാലിച്ചിട്ടുണ്ട്. അത് ഇതിന് മുമ്പേ തന്നെ വിറ്റഴിച്ചിട്ടുണ്ടാവാം. അപ്പോൾ പക്ഷേ പണം ആവശ്യമുണ്ടെങ്കിൽ എത്ര ഷെയറുകളും ഏത് കമ്പനിക്കും വിൽക്കാം. അപ്പോൾ പൊതുവേ സർക്കാർ ഏത് കമ്പനിയിലും അതിൻ്റെ ഒരു ഹോൾഡിങ് 50% താഴെ പോകാൻ അനുവദിക്കാറില്ല. കാരണം 50% ഉണ്ടെങ്കിൽ അവിടെ ഗവൺമെൻറ്റിന് ശക്തമായ അപ്പർ ഹാൻഡ് ഉണ്ടാവുകയുള്ളൂ, ഗവൺമെൻറ്റിൻ്റെതായ ഡിസിഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ നാഷണൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ സ്റ്റേക്ക് എന്തുകൊണ്ട് വിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഗവൺമെൻറ് ഇതേപോലെ ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്, നോൺ ഡെറ്റ് ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ് എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മറ്റൊരു സ്റ്റോക്കായിട്ടുള്ള രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് അഥവാ RCF എന്ന് പറയുന്ന ഫെർട്ടിലൈസർ സ്റ്റോക്ക്, ഇതിൽ ഗവൺമെൻറ്റിന് ഇപ്പോൾ 75% സ്റ്റേക്ക് ഉണ്ട്. അതായത് മാൻഡേറ്ററി ആയിട്ടുള്ള സ്റ്റേക്ക് ലെവല് ഇപ്പോൾ ഗവൺമെൻറ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇത് വിൽക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ക്യാപിറ്റൽ റൈസ് ചെയ്യാനുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രസൻ്റ് ആയിട്ടുള്ള അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുമെന്നാണ് ചോദ്യം. അപ്പോൾ ഈ മസഗാൻ ഡോക്ക് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി കഴിഞ്ഞ ഒരു വർഷം 245% മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. അതുപോലെ ആ കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് 0.37 ആണ്. അപ്പോൾ ഡിവിഡൻഡ് ഈൽഡിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഗവൺമെൻറ് ആണ്. സ്വാഭാവികമായിട്ടും ഇതിലുള്ള സ്റ്റേക്ക് വിറ്റഴിക്കുമ്പോൾ ഈ ഡിവിഡൻഡ് ഈൽഡ് 0.37 എന്നുള്ള ഈ ഡിവിഡൻഡ് ഈൽഡിൽ നിന്ന് ഗവൺമെൻറ്റിന് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ് ഇല്ലാതാവും. പൂർണ്ണമായിട്ട് ഇല്ലാതാവും എന്നല്ല,
എത്രയാണോ സ്റ്റേക്ക് വിറ്റഴിക്കുന്നത് അതിൽ നിന്നുള്ള ആ ഒരു ലോസ് എന്തായാലും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. എന്നാൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇപ്പോൾ ഓൾ ടൈം ഹൈയിലാണ്. അപ്പോൾ ആ ഒരു ഓൾ ടൈം ഹൈയിൽ തന്നെ മാക്സിമം വിൽക്കാൻ കഴിയുകയാണെങ്കിൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നേട്ടമാണ്. എന്നാൽ ഇനിയൊരു ക്രാഷൊക്കെ വന്നിട്ട് ഈ പ്രൈസ് താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഈ ഓഫേഴ്സ് വഴി വിൽക്കാൻ ശ്രമിച്ചാൽ അത് നഷ്ടമാവുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു തീരുമാനം എടുക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ സ്റ്റോക്കായിട്ടുള്ള IRFC നോക്കുകയാണെങ്കിൽ അത് 432% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് ഒരു വർഷം. അതും മറ്റൊരു മൾട്ടി ബാഗർ സ്റ്റോക്കാണ്. ഇതിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് 0.86 ആണ്. കുറച്ചും കൂടി അധികം ഡിവിഡൻഡ് ഈൽഡുള്ള കമ്പനിയാണ്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 10-12% സ്റ്റേക്കുകൾ വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും പെർസെൻറ്റേജ് ഓഫ് ഡിവിഡൻഡ് ഗവൺമെൻറ് നഷ്ടപ്പെടും. പക്ഷേ ഗവൺമെൻറ്റിന് ഇത് വലിയ ഒരു സെല്ലിങ്ങിലൂടെ വലിയൊരു ഇൻകം ഗവൺമെൻറ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്ത സ്റ്റോക്ക് നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് ആണ്. കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ 86%. ഡിവിഡൻഡ് ഈൽഡ് പക്ഷേ വളരെ ഹൈ ആണ്, 2.14 ആണ്. അപ്പോൾ സ്വാഭാവികം നമ്മളിവിടെ ശ്രദ്ധിക്കുക, ഗവൺമെൻറ് അതിൻ്റെ ഹോൾഡിങ് കുറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് കൂടുന്നത് കാണാം. അത് എല്ലാ സ്റ്റോക്കിലും അങ്ങനെ. ഇപ്പോൾ RCF നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് 2.74 ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ മെസഗാൺ ഡോക്കിലും IRFCയിലും ഡിവിഡൻഡ് ഈൽഡ് കുറവാണ്. കാരണം അവിടെ ഗവൺമെൻറ്റിന് നല്ല സ്റ്റേക്ക് ഉണ്ട്, ഇവിടെ സ്റ്റേക്ക് കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇൻകം ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിവിഡൻഡ് ഗവൺമെൻറ് കൂടുതലായിട്ട് ഈ ഇത്തരം സ്റ്റോക്കുകൾ അനുവദിക്കുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് കൂടുതലായിട്ടും ഗവൺമെൻറ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഓഫേഴ്സ് ഫോർ സെയിൽ വഴിയായിരിക്കും ഈ സ്റ്റോക്കുകളൊക്കെ വിറ്റഴിക്കുക. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു അനൗദ്യോഗികമായ റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം മെസഗാൺ ഡോക്കിൽ വലിയ തോതിലുള്ള ഒരു സെല്ലിങ് നമ്മൾ കണ്ടതാണ്. 3% ഒരു സെല്ലിംഗ് പ്രഷർ മെസഗാൺ ഡോക്കിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മറ്റ് സ്റ്റോക്കുകളിൽ അത്രമാത്രം അത് ഉണ്ടായിട്ടില്ല. കാരണം മെസഗാൺ ഡോക്കിൻ്റെ ഈ ഓഫർ ഫോർ സെയിൽ പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. അപ്പോൾ അതിൻ്റെ ആ ഒരു ഓഫേഴ്സിൻ്റെ ആ ഒരു സ്റ്റേജ് അവസാന ഘട്ടത്തിലാണ്. ഈ ഓഫേഴ്സ് എന്ന് പറയുന്ന ഈ പരിപാടി, ഓഫർ ഫോർ സെയിൽ, വളരെയധികം ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. വളരെയധികം ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു തീരുമാനം എടുത്തിട്ട് ഒരു വർഷമായി. എന്നിട്ട് അപ്പോൾ ഇതിൻ്റെ അവസാന സ്റ്റേജിൽ എത്തി എന്ന് ഇൻവെസ്റ്റേഴ്സിന് അറിയാം. അതുകൊണ്ടാണ് ഇതെന്തായാലും നടക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അതിൽ ആ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിട്ടുള്ളത്. മറ്റ് സ്റ്റോക്കുകളിൽ അത് ഇനിയും സമയമെടുക്കുമെന്നാണ് ഇൻവെസ്റ്റേഴ്സ് കണക്കൂട്ടുന്നുണ്ടാകുക. ഇപ്പോൾ IRFCയിലായാലും ഫെർട്ടിലൈസർ സ്റ്റോക്കുകളിലായാലും അത് ഇനിയും സമയമെടുത്തേക്കാം. ഏതായാലും FY25 അവസാനത്തോടു കൂടിയായിട്ടായിരിക്കാം ചിലപ്പോൾ അത് നടക്കാൻ പോകുന്നത്, നമുക്കറിയില്ല. അപ്പോൾ ഈ ഓഫേഴ്സ് എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു ഓഫർ ഫോർ സെയിലാണ്. അതായത് ഓഫർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ വാക്ക് തന്നെ, അതായത് മാർക്കറ്റ് വിലയിൽ നിന്നും എന്തെങ്കിലും ബെനിഫിറ്റ് ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടാകുന്ന രീതിയിൽ ഡിസ്കൗണ്ടിലായിരിക്കും അത് വിൽക്കുക. കാരണം ഈ വിൽക്കുന്നത് ചെറിയ ക്വാണ്ടിറ്റി അല്ല, 1, 2, 3 ഷെയറൊന്നുമല്ല, കോടിക്കണക്കിന് ഷെയറുകളാണ് ഒറ്റയടിക്ക് വിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയധികം ബൾക്ക് ക്വാണ്ടിറ്റി വാങ്ങാൻ ആളുണ്ടാണ്. സ്വാഭാവികമായിട്ടും OFSൻ്റെ സെയിലിൽ സാധാരണഗതിയിൽ കുറേ പെർസെൻറ്റേജ് ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിനും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ വേറൊരു ചെറിയൊരു പെർസെൻറ്റേജാണ് പബ്ലിക്കിനായിട്ട് കൊടുക്കുക. കാരണം ഇത്രയധികം ഷെയർ പബ്ലിക്കിന് വാങ്ങാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ബൾക്കായിട്ട് മറ്റുള്ളവർക്ക് വിൽക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ 1 crore മുകളിലുള്ള ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിനായിരിക്കും കൂടുതലായിട്ട് ഇത് അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അവർ ബൾക്കായിട്ട് വാങ്ങിക്കണമെങ്കിൽ, നമുക്കറിയാം ഏതൊരു കാര്യവും നമ്മൾ ബൾക്കായിട്ട് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു ഡിസ്കൗണ്ടോ ഓഫറൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ബൾക്കായിട്ട് വാങ്ങിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ മാർക്കറ്റ് റേറ്റിൽ ആരും ഇത്രയധികം ക്വാണ്ടിറ്റി വാങ്ങിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഗവൺമെൻറ് ഇങ്ങനെ ഒരു ഓഫർ വെക്കും. അതിനാണ് ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ 10%-ൻ്റെയോ അല്ലെങ്കിൽ 15%-ൻ്റെയോ അല്ലെങ്കിൽ 5%-ൻ്റെയോ നമുക്ക് പറയാൻ കഴിയില്ല. ആ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും അങ്ങനെ ഒരു തീരുമാനം വരിക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും അതിൽ ഈ ട്രേഡിംഗ് നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫർ ഫോർ സെയിലിനെ കുറിച്ച് പൊതുവെ 2 തരത്തിലുള്ള ഒരു വ്യൂ നമുക്ക് വെച്ച് പുലർത്താൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഓഫർ ഫോർ സെയിൽ ഇപ്പോൾ ഒരു ഫ്രഷായിട്ട് ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്ന, ഈ സ്റ്റോക്കിൽ നല്ല ബുള്ളിഷ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ സ്റ്റോക്കിൽ നല്ലൊരു കൺവിക്ഷൻ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടാൻ സാധ്യതയുണ്ട് ഓഫേഴ്സ്. അതേസമയം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നഷ്ടം വരും. കാരണം സ്വാഭാവികമായിട്ടും ഓഫേഴ്സ് വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴോട്ടേക്ക് വരും. ഇപ്പോൾ എത്രയാണോ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അത്രയും വില താഴോട്ടേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിന് ലോസ് ആയിരിക്കും. അതുകൊണ്ടാണ് അത് ഇപ്പോൾ നല്ല ഓൾ ടൈം ഹൈയിൽ തന്നെ അവർ വിൽക്കാൻ ശ്രമിക്കുന്നത്. ഇനി കമ്പനിയിൽ ഇത്തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ സ്റ്റേക്ക് കുറയുമ്പോൾ സാധാരണഗതിയിൽ അതൊരു പോസിറ്റീവ് സൈനായിട്ടാണ് എല്ലാവരും കാണുക. കാരണം അവിടെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ആ ഒരു മാനേജ്മെൻറ്റ് എബിലിറ്റിയും അതിൻ്റെ എക്സ്പെർട്ടൈസൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ പുതിയ ഡയറക്ടേഴ്സ്
അപ്പോയിൻ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്. പുതിയ ഡയറക്റ്റ് ബോർഡിൽ പുതിയ മെമ്പേഴ്സൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും കമ്പനിയുടെ നല്ല വളർച്ചയ്ക്ക് ഗുണകരമാകുമെന്നാണ് പൊതുവെ കണക്കൂട്ടുന്നത്. അതുകൂടാതെ ഇങ്ങനെ ഗവൺമെൻറ് സ്റ്റേക്ക് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിന് പക്ഷേ അവിടെ അപ്പർ ഹാൻഡ് ഉള്ളതുകൊണ്ടും ഗവൺമെൻറ് കൂടുതൽ ഡിവിഡൻഡുകൾ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അത് ഗവൺമെൻറ് സൈഡിലുള്ള സ്റ്റോക്കിന് ഗുണമാകാറുണ്ട്. എന്നാൽ അമിതമായിട്ട് ഡിവിഡൻഡ് അനുവദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കമ്പനിയുടെ വളർച്ച മുരടിക്കാനുള്ള സാധ്യതയും നമ്മൾ പല PSU സ്റ്റോക്കുകളും കാണുന്നതാണ്. അപ്പോൾ PSU സ്റ്റോക്കുകളിലുള്ള ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു OFSൻ്റെ സാധ്യതകളാണ്. അതുകൂടാതെ അതിനുശേഷം ഉണ്ടാകാൻ പോകുന്നുള്ള ഇത്തരം വളറ്റിലിറ്റിയും ഇതൊക്കെ പൊതുവെ PSU കമ്പനികൾ പൊതുവെ ഉണ്ടാകാറുള്ള ഒരു റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളൊരു എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആണെങ്കിൽ OFSൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് കഴിയുന്നതും സ്റ്റോക്ക് വിറ്റുകൊണ്ട് ആ OFS റേറ്റിൻ്റെ എഫക്റ്റ് കാരണം എവിടെയാണോ മാർക്കറ്റ് ബോട്ടം ആയിട്ട് എടുക്കുന്നത് ആ സ്ഥലത്ത് നിന്ന് രണ്ടാമതും വാങ്ങുന്നതായിരിക്കും ഏറ്റവും ഗുണകരമായ ഒരു സ്ട്രാറ്റജി എന്ന് തോന്നുന്നത്. വാർത്തകളെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.